ഹായ് എവ്രിവൺ, വെൽക്കം ടു ക്യാൻഡൻ ടോക്സ്. ഇന്ന് കാണുന്ന മനുഷ്യർ പ്രകൃതിയുടെ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. അവരിങ്ങനെ മെറ്റീരിയൽ തിങ്സിന് വേണ്ടിയിട്ട് ഓട്ടപ്പാച്ചിലാണ്. നമ്മുടെ ബോഡിക്ക് കുറച്ച് ആധ്യാത്മികമായിട്ടുള്ള നീഡ്സ് ഉണ്ട്. അത് കേൾക്കാതെ, പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേൾക്കാതെയൊക്കെ നമ്മളിങ്ങനെ തിരക്കിട്ട് പാഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നമ്മുടെ ഒപ്പം നിൽക്കില്ല. മനുഷ്യൻ്റെ ക്രൂവൽറ്റി കൊണ്ടും മനുഷ്യൻ്റെ ചൂഷണം ഒക്കെ കൊണ്ട് പ്രകൃതി ആഞ്ഞടിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രളയവും ഭൂചലനങ്ങളും പലതരത്തിലുള്ള കണ്ടീജിയസ് ഡിസീസസും. പല ആളുകളും പകർച്ചവ്യാധികൾ കൊണ്ട് മരിക്കുകയാണ്. ഈ അടുത്തൊക്കെ മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന വാർത്തകളൊക്കെ നിരന്തരം നമ്മൾ ന്യൂസ് പേപ്പറിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നതിന് പകരമായിട്ട് പ്രകൃതി നമ്മളോട് തിരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്താൽ ഒരിക്കലും പ്രകൃതി നമുക്ക് വേണ്ടുന്ന ഒരു ജീവിത സാഹചര്യം ഒരുക്കി തരില്ല. ഇപ്പോഴെങ്കിലും നമ്മൾ തിരിച്ച് ചിന്തിക്കുക തന്നെ വേണം. എത്ര ബിസി ആണെങ്കിൽ പോലും നമ്മൾ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലി കണ്ടെത്തിയേ തീരൂ. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ആവശ്യങ്ങളും നമ്മൾ കണ്ടെത്തിയേ തീരൂ. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ തിരക്കിനിടയിൽ കുറച്ച് സമയം നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള യോഗയും മെഡിറ്റേഷനും ഒക്കെ നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെ നമ്മുടെ ബോഡിയെ, നമ്മുടെ ശരീരത്തിനെ നമ്മൾ പീസ്ഫുൾ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്താഗതികളും ഒക്കെ മാറും. വയലൻസിൽ നിന്നൊക്കെ മാറിയിട്ട് സഹജീവികളെയൊക്കെ സ്നേഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ വരും. അതുവഴി പ്രകൃതിയോടൊത്ത് ജീവിക്കാൻ നമ്മൾ തുടങ്ങും. അങ്ങനെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ പ്രകൃതിയും നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരും. ഈ ഓട്ടപ്പാച്ചിലൊക്കെ നിർത്തി പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കുക തന്നെ വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മൈൻഡ് സെറൈൻ ആക്കി വെക്കാൻ റിലീജിയൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും റിലീജിയസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഫാമിലിയോടൊത്ത് തന്നെ നമ്മൾ റിലീജിയസ് ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത് ഈ വയലൻസിൽ നിന്നൊക്കെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഫാമിലിയിലും സൊസൈറ്റിയിലും ഉണ്ടാക്കുക വഴി നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്രകൃതിയുടെ ശബ്ദം കേൾക്കാൻ പറ്റും. അതും വളരെ മനോഹരമാണ്. So, നാളെ കാണാം. See you next time. Like and share the video. Bye.